ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിചാരിക്കണേ. ഇന്നത്തെ വ്ളോഗിൽ കൂടുതലായിട്ട് നീട്ടിയൊന്നും കൊണ്ടുപോകണില്ല. ഞങ്ങളെ ഒരു ദിവസം എന്നുള്ള ഇതിൽ ചെറിയൊരു വീഡിയോ ആണ്. ചെറിയ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കണ ഒരു കുഞ്ഞു വ്ളോഗാണ്. അങ്ങനെ പതിവ് പോലെ എണീക്കണേ, അതേപോലെ കർട്ടനൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി. വാഷ്റൂമിൽ നിന്ന് പോകുന്നു. പിന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മക്കളെ മദ്രസയിലേക്കൊക്കെ പറഞ്ഞയച്ച് അങ്ങനെ അവർ പോയതിന് ശേഷം കിച്ചണിലേക്കൊക്കെ ഒന്ന് വരുന്നു. കിച്ചണിൽ വന്നാൽ കുറച്ച് ചെറിയൊരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ക്ലീനാക്കി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വിൻഡോ ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുത്തു. അങ്ങനെ കിച്ചണിലെ കാര്യങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇന്ന് സാറ്റർഡേ ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അത് അപ്ലോഡ് ചെയ്യണത് പിന്നെയാണ്. അപ്പം സ്കൂള് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ മദ്രസ ഉണ്ട്. അപ്പോൾ ഞാൻ ഹെവി ആയിട്ടൊന്നും ബ്രേക്ക്ഫാസ്റ്റില്ല, ലേറ്റായിട്ടാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. ഉച്ചയ്ക്ക് പിന്നെ ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോവുക, അങ്ങനെയൊക്കെയാണ് പ്ലാനിങ്. രാവിലെ എണീറ്റാൽ ഞാൻ കുടിക്കണ ഒരു ഡ്രിങ്കാണ് ചിയാ സീഡ് ഇട്ട ഒരു ഗ്ലാസ് വെള്ളത്തിൽ. ചിയാ സീഡ് തലേന്ന് രാത്രി ഇട്ട് വെക്കും. അത് രാവിലെ വന്നിട്ട് ഫസ്റ്റ് ഞാൻ അതാണ് കുടിക്കൽ. അങ്ങനെ അത് എടുത്ത് കുടിച്ചു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ഇന്ന് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് റവ ഉപ്പുമാവാണ് കേട്ടോ. റവ ഇട്ടുകൊണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി. ഈ ഒരു റവയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പാനൊക്കെ വെച്ച് അതിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട്, നെയ്യാണ്, എണ്ണയില്ല, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മക്കൾക്കായതുകൊണ്ട് കുറച്ച് നെയ്യ് യൂസ് ചെയ്യണേ. അത് കുക്കായി വരുന്ന ഒരു ടൈമിൽ ഞാൻ 2 കോഴിമുട്ട വെച്ചിട്ടുണ്ടായിരുന്നു, ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്നത് ബ്ലാക്ക് കോഫിയാണ്. അപ്പം അതും കേട്ടോ, ഇത് ബ്ലാക്ക് കോഫിയും എഗ്ഗും. അതാണ് ഡയറ്റ് ആയതുകൊണ്ട് അതാണ് കഴിക്കണത്. പിന്നെ ഇന്ന് മക്കൾക്ക് സൺഡേ അല്ല സാറ്റർഡേ അല്ല, സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ലഘുവായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ ഉപ്പുമാവും ചായയും. ഉച്ചയ്ക്ക് ലഘുവായിട്ട് ഫുഡ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥകൾ ഉപ്പുമാവ്. പുറത്ത് നല്ല മഴയാണ്. ഞങ്ങളെ വീട്ടിൽ കറിവേപ്പില മരമാണ്. അങ്ങനത്തെ പോലെ മദ്രസിൽ പോകുന്നതും അങ്ങനത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഓവറാക്കി കൊണ്ടുപോകണില്ല ഫുഡിൻ്റെത് കാര്യങ്ങൾ. അവർ മദ്രസൊക്കെ വിട്ട് വന്നാൽ പിന്നെ ഫോണുമ്മലാണ് അവരെ കളി. ഞങ്ങൾ ചായ കുടിക്കണ. ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ജിമ്മിന് പോകണേ. ഇന്ന് ഓനും കൂടെ പോയിരുന്നുണ്ട്. ഓക്കെ ബൈ. ജിമ്മിന് വേറെ അങ്ങനെ നമ്മൾ ജിമ്മിന് പോയി വാമപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ലെഗിനായിരുന്നു കേട്ടോ കളിന്ന്. അപ്പം ലെഗ് ആയതുകൊണ്ട് ഭയങ്കര അറിയാമല്ലോ എല്ലാവർക്കും, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നത് ആ ഒരു വർക്കൗട്ടിനാണ്. അങ്ങനെ കുറച്ച് വർക്കൗട്ടുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ജിമ്മിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇറങ്ങിയതിൻ്റെ ശേഷം ഫുള്ള് വീഡിയോ ഞാൻ ഇതിലെടുത്തിട്ടില്ല. കുറച്ചധികം ടൈമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഞങ്ങളൊന്ന് വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ നേരിടും. അപ്പം പുറത്ത് പോയിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഉമ്മിപ്പിയോലൊക്കെ അവിടെ മലപ്പുറം വരെയുണ്ട്, അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മക്കളെ കൊണ്ട് പോയിട്ട് ഞങ്ങളിതവിടെ മലപ്പുറം ഡെലീഷിക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ സ്റ്റാൻഡിൻ്റെ ഇവിടെ ഈ എടുക്കാൻ വന്നിരിക്കണേ. ആ
അതോ വണ്ടിക്കോ? ഈ എന്തിനാ ഇങ്ങോട്ട് വന്നിങ്ങനെ? ഹോട്ടലിലേക്ക് എന്തിനാ വന്നിങ്ങനെ? ഫുഡ് കഴിക്കാൻ വന്നല്ലേ? എനിക്ക് എന്താ വേണ്ടേ? മോമോ ബിരിയാണിയോ? ഞങ്ങള് ഓർഡർ ചെയ്ത ഫുഡുകളൊക്കെ എത്തിയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. വന്ന ടൈമിലൊന്നും വീഡിയോ നേരാണ് എടുക്കാറുള്ളത്. ചിക്കൻ ബിരിയാണി, ചോറാണ് ഓർഡർ ആക്കിയത്. പിന്നെ ഫുഡൊക്കെ ലാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. അതെവിടെ ഇടുക? നീ നടക്കേ നടക്ക്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഇറങ്ങിയത് 3 ഷോപ്പിംഗ് നടത്തിയത്. എൻ്റെ ഞങ്ങൾ അടുത്തുള്ളൊരു ഡ്രസ്സിൻ്റെ ഷോപ്പിൽ കയറി. ഉമ്മക്ക് എന്താ ചുരിദാറൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 2-3 ചുരിദാർ എടുത്തതിന് ശേഷം അടുത്തുള്ള ഷോപ്പിൽ കയറിയിട്ട് ഷൂ നോക്കാൻ വേണ്ടിയിട്ടും കയറി. പിന്നെ ഷൂ എടുത്തു. അതിൻ്റെ ഇടയിൽ ഇവിടെ കുറച്ച് ചെറുതായിട്ട് ലേഡാക്കി. അങ്ങനെ ഞങ്ങളത് വാങ്ങി. പിന്നെ ജ്വല്ലറിയിലൊന്നും പോകണ്ടായിരുന്നു കേട്ടോ. ജ്വല്ലറിയിൽ നമുക്കൊരു റിങ് നോക്കണമെന്ന്, കമ്മൽ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയിട്ട് അവിടെ നിന്ന് കമ്മലൊക്കെ സെറ്റാക്കി എടുത്ത് പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ തിരിച്ചെത്തി. മഴയൊക്കെ ആയതുകൊണ്ട് വീഡിയോ അപ്പോഴൊന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ വീട്ടിലെത്തി. ഹലോ, ഇപ്പം ഞങ്ങൾ ഇവിടെ കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ അവരുടെ മോളെ വീട്ടിലേക്കാണ് തിരിച്ച് പിന്നെ പോകുന്നത്. മില്ലക്ക് കൊടുത്ത മില്ലക്ക് മില്ല പാടേ പാടേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ താങ്കളെ ഇന്നത്തെ വിശേഷങ്ങൾ. ഒന്നാമത് പ്ലാനിങ് ഒക്കെ തെറ്റി. ഈ പോക്കുണ്ടൊക്കെ പെട്ടെന്നുണ്ടായതാണ്. താങ്കൾ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുന്നത്.